കേരളത്തിലെ ഗ്രാമപ്രദേശങ്ങളിൽ പണ്ട് കണ്ടുവന്നിരുന്ന മനോഹരമായ സ്രാമ്പികൾ ഇപ്പോൾ അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുന്നു. മരം കൊണ്ടുണ്ടാക്കിയ പൗരാണിക പ്രാധാന്യമുള്ള ചെറിയ മുസ്ലിം പള്ളികളെയാണ് സ്രാമ്പ്യ എന്ന് വിളിക്കുന്നത്. ഇത്തരം പള്ളികളിൽ 10-20 ആളുകൾക്ക് പ്രാർത്ഥിക്കാനുള്ള സൗകര്യമേ ഉണ്ടാവാറുള്ളൂ. അതുകൊണ്ട് വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് കുറെ കൂടി ദൂരെയുള്ള ജമാഅത്ത് പള്ളിയിലാണ് വിശ്വാസികൾ പോകുക. ചുരുങ്ങിയത് 40 ആൾക്കെങ്കിലും പ്രാർത്ഥിക്കാൻ സൗകര്യമുള്ള വലിയ പള്ളികളിൽ മാത്രമേ വെള്ളിയാഴ്ച പ്രാർത്ഥന നടത്താറുള്ളൂ. സ്രാമ്പ്യകളുടെ മനോഹാരിതയും കാൽപ്പനിക ഭാവവും അറിയാത്ത പല പള്ളി കമ്മിറ്റിക്കാരും അവ പൊളിക്കുകയും ആധുനികമായ കോൺക്രീറ്റ് കെട്ടിടങ്ങൾ തലസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്യാറുണ്ട്. കേരളം മുഴുവൻ ഇതൊരു പ്രവണതയായി മാറിയതോടുകൂടി മിക്കവാറും എല്ലാ സ്രാമ്പ്യകളും അപ്രത്യക്ഷമായിരിക്കുന്നു. എന്നാൽ സ്രാമ്പ്യകളുടെ മനോഹരമായ കാഴ്ചയും പൗരാണിക പ്രാധാന്യവും വിശ്വാസികൾക്ക് എപ്പോഴും ഒരു നോസ്റ്റാൾജിയായി നിൽക്കാറുണ്ട്. പലപ്പോഴും വനപ്രദേശങ്ങളിലും നെൽപ്പാടങ്ങൾക്കരികെയുമാണ് സ്രാമ്പികൾ ഉണ്ടാക്കാറുള്ളത്. മാടായിലെ ഉത്രാടം സ്രാമ്പിയും വേങ്ങരയിലെ പൂച്ചോൽമാട് ചേരൂർ സ്രാമ്പിയും ചാലിയത്തെ പുഴക്കര സ്രാമ്പിയും പേരെടുത്തിട്ടുണ്ട്. മലപ്പുറത്തെ മുണ്ടത്തോട് താമരക്കുളം സ്രാമ്പിയും അറിയപ്പെടുന്ന ഒരു നിസ്കാരപ്പള്ളിയാണ്. എങ്കിലും ലക്ഷണമൊത്ത ഒരു സ്രാമ്പിയായി ഇപ്പോൾ കാണാൻ പറ്റുന്നത് വയനാട്ടിലെ പനമരത്തുള്ള സ്രാമ്പ്യ മാത്രമാണ്. ഈ പൗരാണികമായ കെട്ടിടത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിയ വയനാട്ടുകാർ പുതിയ ജമാഅത്ത് പള്ളി അല്പം അകലെയാണ് സ്ഥാപിച്ചിട്ടുള്ളത്. പനമരം പാലത്തിൽ നിന്ന് ഈ സ്രാമ്പ്യ കാണുവാൻ പറ്റും. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കൂടുതൽ താല്പര്യം ആധുനിക രീതിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ജമാഅത്ത് പള്ളികളിലാണ്. പ്രത്യേകിച്ചും എയർ കണ്ടീഷനിങ് ഇപ്പോൾ വ്യാപകമായി വരുന്നുണ്ട്. നിരീശ്വരവാദികളുടെ എണ്ണം കൂടുന്നതുകൊണ്ട് പള്ളികളിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കുവാൻ എയർ കണ്ടീഷനിങ്ങും മറ്റ് സാംസ്കാരിക പരിപാടികളും ആവശ്യമാണ്. ഇംഗ്ലണ്ടിലും അമേരിക്കയിലുമൊക്കെ മിക്കവാറും എല്ലാ മുസ്ലിം പള്ളികളും മുസ്ലിം സാംസ്കാരിക കേന്ദ്രങ്ങളായി മാറ്റുകയും ലൈബ്രറികളും കോൺഫറൻസ് ഹാളുകളും ചേർത്ത് കൂടുതൽ ആകർഷണീയമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഊട്ടി പോലെയുള്ള സ്ഥലങ്ങളിൽ പള്ളിയിൽ വുളു എടുക്കാൻ വേണ്ടി ചൂടുവെള്ളം ഏർപ്പാടാക്കുന്ന സമ്പ്രദായവുമുണ്ട്. കർണാടക സംസ്ഥാനത്തിലുള്ള പല പള്ളികളിലും മനോഹരമായ ഒരു തുറന്ന കോട്ടയാട് ഉണ്ടാക്കാറുണ്ട്. എന്നാൽ കേരളത്തിൽ മഴ കൂടുതലായതുകൊണ്ട് മുഴുവനായും അടച്ചുപൂട്ടിയ കെട്ടിടങ്ങളിലാണ് മലയാളികൾക്ക് താല്പര്യം. അതുകൊണ്ടാണ് കേരളത്തിലെ പള്ളികൾ കാണുവാൻ കർണാടകയിലെ പള്ളികളുടെ അത്ര ഭംഗിയില്ലാത്തത്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും തുർക്കിക്കാരുണ്ടാക്കിയ പള്ളികൾ കാണുവാൻ പറ്റും. ഓട്ടോമാൻ സാമ്രാജ്യം യൂറോപ്പിൻ്റെയും ആഫ്രിക്കയുടെയും ഏഷ്യയുടെയും പല ഭാഗങ്ങളും ഭരിച്ചിരുന്ന കാലത്ത് പ്രത്യേകമായ വാസ്തുശില്പ മാതൃകയിൽ ഓട്ടോമാൻ പള്ളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്പെയിനിൽ മുസ്ലിങ്ങൾ ഉണ്ടാക്കിയ കൊർഡോബ പള്ളി ഇപ്പോൾ ഒരു ക്രിസ്ത്യൻ പള്ളിയാക്കി കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. കൊർഡോബ കത്തീഡ്രൽ എന്നാണ് ഇപ്പോഴത് അറിയപ്പെടുന്നത്. മനോഹരമായ ആധുനികമായ പള്ളികൾക്ക് ഐഡൻറ്റിറ്റി കുറവായതുകൊണ്ട് വിശ്വാസികൾക്ക് അവയുമായി അറ്റാച്ച്മെൻറ്റ് കുറവാണ്. അതുകൊണ്ട് ലോകമെമ്പാടും പള്ളിയിൽ പോകുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരുന്നതായി കാണപ്പെടുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മാത്രമാണ് കൂടുതലായി പള്ളിയിൽ പോകുന്ന സ്വഭാവം മുസ്ലിങ്ങൾക്കിടയിലുള്ളത്. ഘാനയിൽ മോസ്ക് അറ്റൻഡൻസ് 99% ആണ്. നൈജീരിയയിൽ 87% മോസ്ക് അറ്റൻഡൻസ് ഉണ്ട്. ഇന്തോനേഷ്യയിൽ 72% മുസ്ലിങ്ങളും പള്ളിയിൽ പോകുന്നവരാണ്. എന്നാൽ ഈജിപ്തിൽ ഇത് 61% മാത്രമേ ഉള്ളൂ. മലേഷ്യയിൽ 57% ആളുകളും പള്ളിയിൽ പോകുന്നു. ഇംഗ്ലണ്ടിൽ 56% മോസ്ക് അറ്റൻഡൻസ്. ബംഗ്ലാദേശിൽ 53%, അമേരിക്കയിൽ 47% മോസ്ക് അറ്റൻഡൻസ് ഉണ്ട്. തുർക്കിയിൽ 44%, ഫ്രാൻസിൽ 30% മോസ്ക് അറ്റൻഡൻസ് ഉണ്ട്. ഇറാനിൽ 27%, റഷ്യയിൽ 19%, അസർബൈജാനിൽ 1% മോസ്ക് അറ്റൻഡൻസ് ഉണ്ട്. സമാനമായ രീതിയിൽ ക്രിസ്ത്യാനികൾക്കിടയിൽ മനോഹരമായ കൊച്ചുപള്ളികൾ ഉണ്ടാക്കുന്ന ഒരു ട്രഡീഷനുണ്ട്. വലിയ പള്ളികളോട് ചേർന്നോ അല്ലെങ്കിൽ സ്കൂളുകളോട് ചേർന്നോ ഇത്തരത്തിലുള്ള ചാപ്പലുകൾ ഉണ്ടാക്കാറുണ്ട്. ആശുപത്രികളിലും ജയിലുകളിലും കൊട്ടാരങ്ങളിലും കോട്ടകളിലും
മനോഹരമായ ചാപ്പലുകൾ ഉണ്ടാക്കിയിട്ടുള്ളത് ലോകത്ത് എല്ലായിടത്തും കാണുവാൻ പറ്റുന്നു. സ്വന്തമായി ഒരു പുരോഹിതനുള്ള സ്റ്റാൻഡേർഡ് പള്ളികളെയാണ് ചർച്ച് എന്ന് പറയുന്നത്. കുറെ കൂടി വലിയ പള്ളികളിൽ ബിഷപ്പിൻ്റെ ആസ്ഥാനത്തുള്ളവയെ കത്തീഡ്രൽ എന്ന് പറയുന്നു. അതിനേക്കാൾ വലിയ പള്ളികളെയാണ് ബസിലിക്ക എന്ന് പറയുന്നത്. ഏതൊക്കെ കത്തീഡ്രലുകളാണ് ബസിലിക്ക ആവുന്നത് എന്ന് റോമിലെ മാർപ്പാപ്പയാണ് തീരുമാനിക്കുന്നത്. ബസിലിക്കകൾക്ക് കൂടുതൽ അധികാരങ്ങളും പ്രത്യേകമായ ചടങ്ങുകൾ നടത്തുവാനുള്ള അവകാശവും മാർപ്പാപ്പ നൽകാറുണ്ട്. പല രാജ്യങ്ങളിലും ബസിലിക്കകളുടെ എണ്ണം കുറവാണെങ്കിലും കേരളത്തിൽ ക്രിസ്ത്യാനികൾ പൗരാണികമായ ഒരു സാന്നിധ്യമായതുകൊണ്ട് അനേകം ബസിലിക്കകൾ ഇവിടെ കാണുവാൻ പറ്റും.